ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റങ്ങൾ വരുമെന്ന് മന്ത്രി റോജി എം ജോൺ. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തുന്ന തരത്തിൽ ആകർഷകമായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അഭിപ്രായപ്പെട്ടു. അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റിയെ ഞാൻ ആദ്യമേ തന്നെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ വലിയ ഒരു വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഏതാണ്ട് 37,000 വോട്ടിൻ്റെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലാണ് അങ്കമാലിയിൽ നമ്മൾ വിജയിച്ചത്. അങ്കമാലിയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെമ്പാടും നമ്മൾ വലിയ വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചു. അങ്കമാലിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെല്ലാം UDFൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും പ്രവർത്തനങ്ങളിലും RSPയുടെ സജീവമായ പങ്കാളിത്തവും ആ പ്രവർത്തനങ്ങളിലെല്ലാം RSP മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ വിജയം തീർച്ചയായിട്ടും അതിൽ പങ്കാളികളായ അല്ലെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച RSPയുടെ മുഴുവൻ നേതാക്കന്മാർ, ജോർജ് സ്റ്റീഫനുണ്ട്, ബേബി പാറക്കാട്ടിയുണ്ട്, മറ്റ് നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. അവരോടെല്ലാവരോടും അതിൻ്റെ മുഴുവൻ പ്രവർത്തകരോടും ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു വിജയത്തിന് വേണ്ടി സഹായിച്ച നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് ഇത്രയും വിപുലമായി നമ്മുടെ അർഹമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും അതുപോലെ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കാനും ഒക്കെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളൊക്കെ ലഭ്യമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത RSP നിയോജകമണ്ഡലം കമ്മിറ്റിയോടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. RSP അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെയും അഖില കേരള ആർട്ടിസൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ച് ബജറ്റിൽ വിഭാവനം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും അധികം ഊന്നൽ കൊടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ്. കാരണം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകുന്ന ഒരു സാഹചര്യം, ഭാവിയിൽ സംസ്ഥാനം ഒരു വയോജന സംസ്ഥാനമായി മാറുന്ന വയസ്സന്മാരുടെ ഒരു മേഖലയായി മാത്രം കേരളത്തെ കാണുന്ന തരത്തിലാണ് ഇന്നത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രയാണം. അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും പുരോഗതിയെയും ഒക്കെ ബാധിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്ത് എല്ലാം ഇന്ത്യ വിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ സാധാരണ രീതിയിൽ അവിടെ ജോലിയും മറ്റും കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് ആകുമ്പോൾ നാട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയാൽ അവിടെ PR ലഭിക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയൊക്കെ ചെയ്യുന്നു. വീട് വാങ്ങുന്നു, വീട് വാടകയ്ക്ക് എടുക്കുന്നു. ഇതിനൊക്കെ വലിയ പണച്ചെലവ് വരും. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രി മൊമെന്റോ നൽകി ആദരിച്ചു. സമ്മേളനം RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ബേബി പാറക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പഠനോപകരണങ്ങളും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും ആർട്ടിസൻസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TC അരുൺ നിർവഹിച്ചു. തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MP മാർട്ടിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. UTUC ജില്ലാ പ്രസിഡന്റ് KT വിമലൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് J കൃഷ്ണകുമാർ, CV ജോസ്, പഞ്ചായത്ത് മെമ്പർമാരായ ആന്റണി തോമസ്, സോഫിയ ജിജോ, രമണി ദാസൻ, ഷിഹാസ് S ദേവ്, PG ദിനു, അതുൽ കൃഷ്ണ, PO ജോസഫ്, ബിജു K മുണ്ടാടൻ എന്നിവർ പ്രസംഗിച്ചു. സ്വീകരണം കൂടിയാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനായ മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കോടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നിർമ്മാണ തൊഴിലാളി ക്ഷേമതയുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലായും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിൽ നിന്ന
പിണറായിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണഫലമായി ആ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ താറുമാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസ്താവിച്ചതുപോലെ 16 മാസത്തെ പെൻഷൻ കൊടുത്തത് കടമെടുത്തുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിരുന്നത്. ആ 16 മാസത്തെ പെൻഷൻ കൊടുത്ത കടമെടുത്ത തുക തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഈ ഗവൺമെൻറ്റിൽ വന്നിരിക്കുകയാണ്. അത് പറയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 16 മാസം കടമെടുത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ തനത് ഫണ്ട് ഉണ്ടായിരുന്ന ക്ഷേമനിധി ബോർഡിൻ്റെ ആ തനത് ഫണ്ട് മുഴുവൻ വകമാറ്റി ചെലവഴിച്ച് 16 മാസമായി ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ കുടിശ്ശിയാക്കി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആനുകൂല്യ വിതരണങ്ങൾ 1.5 വർഷം 2 വർഷം വരെയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നീ മെയിലും ചെക്ക് ചെയ്തേ? ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.